ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നോർമൻ കോൺക്വസ്റ്റ്. അപ്പോൾ ഇത് നടന്നത് 1066 AD യിലാണ്. ഇംഗ്ലണ്ടിലെ ജനത പൊതുവെ ആംഗ്ലോ സാക്സൺസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതേസമയം നോർമാൻഡി എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്ത് ഫ്രാൻസിലെ ഒരു പ്രദേശമാണ്. ഈ നോർമാൻഡിയിലെ രാജാവായിരുന്നത് വില്യം ആണ്. അദ്ദേഹം പ്രശസ്തനായത് വില്യം ദി കോൺക്കറർ എന്ന പേരിലാണ്. അതേസമയം ഈ ഇംഗ്ലണ്ടിൽ, അതായത് ആംഗ്ലോ സാക്സൺസിലെ കിങ് ആയിരുന്നു എഡ്വേർഡ്. എഡ്വേർഡിന് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഡ്വേർഡിൻ്റെ മരണശേഷം നോർമാൻഡിയിലെ രാജാവായ വില്യത്തിനെ രാജാവാക്കാമെന്ന് ഹറോൾഡ് എന്നറിയപ്പെടുന്ന ഒരു കൺഫസർ ഒരു പ്രത്യാശ കൊടുത്തിരുന്നു. ബട്ട് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എഡ്വേർഡ്, ദി പിത്താൻ, ദാറ്റ് ഈസ് ബോഡി ഓഫ് എൽഡേഴ്സ്, എലക്റ്റഡ് ഹറോൾഡ് ആസ് ദി കിങ്. അപ്പോൾ എഡ്വേർഡ് മരിച്ചതിന് ശേഷം വില്യമിനെ രാജാവാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടുത്തെ മുതിർന്നവരെല്ലാം കൂടെ ചേർന്നിട്ട് ഹറോൾഡിനാണ് കിങ് ആക്കി മാറ്റിയത്. ഇത് സ്വാഭാവികമായും വില്യത്തിനെ ചൊടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മൈറ്റി ആർമിയുമായി ഇംഗ്ലണ്ടിലേക്ക്, അതായത് ആംഗ്ലോ സാക്സൺ ഏരിയയിലേക്ക് എത്തുകയും ഇംഗ്ലണ്ടിലേക്ക് കീഴടക്കുകയും ചെയ്തു. ഈ യുദ്ധം അറിയപ്പെടുന്നത് പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്ന പേരിലാണ്. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് അത് നടന്ന വർഷമാണ് 1066 AD. അപ്പോൾ അതിനെയാണ് പൊതുവേ നമ്മൾ നോർമൻ കോൺക്വസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വില്യം ആംഗ്ലോ സാക്സൺ ഏരിയ പിടിച്ചെടുക്കുകയും രണ്ട് രാജ്യത്തെയും രാജാവായി. അപ്പോൾ രണ്ട് രാജ്യവും ചേർന്ന് ഒന്നായി കഴിഞ്ഞു. ഫ്രാൻസിലെ നോർമാൻഡിയും വില്യത്തിൻ്റെ കീഴിൽ തന്നെയാണ്, അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ ഏരിയയും വില്യത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൾച്ചറൽ ചേഞ്ചസ് അവിടെ നടന്നിട്ടുണ്ട്, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അത് ഗുണകരമായി മാറി എന്നാണ് പിൽക്കാല ചരിത്രം പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അടുത്ത കാര്യം. റിസൾട്ട്സ് ഓഫ് നോർമൻ കോൺക്വസ്റ്റ് ആർ: നമ്പർ 1, നോർമൻ കോൺക്വസ്റ്റ് മെയ്ഡ് റാഷ്യൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. നമ്പർ 2, ദി ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് റിസൾട്ട് ദി ലാറ്റിൻ കൾച്ചർ ബിക്കം സുപ്രീം ഇൻ ദ ഹോൾ വെസ്റ്റേൺ യൂറോപ്പ്. അതായത് ഇംഗ്ലണ്ടിലെ കൾച്ചറിനേക്കാളും മേലെ നിന്ന ലാറ്റിൻ കൾച്ചർ അത് ഇംഗ്ലണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കാരണമായെന്നാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, രണ്ടാമത്തെ റിസൾട്ടിൽ പറയുന്നത്. മൂന്നാമത്തത്, the conquerors, that is Normans, most valuable gift to England were the instinct for political unity and administrative consolidation. അതായത് നമ്മുടെ ആംഗ്ലോ സാക്സൺ നാട്ടുകാരെ പൊളിറ്റിക്കൽ യൂണിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് കൺസോളിഡേഷനും പഠിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഉപകരിച്ചു എന്നുള്ളതാണ്. നമ്പർ 4, നോർമൻ ടൈപ്പ് ഫ്യൂഡലിസം വാസ് ഇമ്പോസ്ഡ്. നോർമാൻഡിയിൽ സംഭവിച്ചിരുന്ന ഫ്യൂഡലിസം എന്ന കൺസെപ്റ്റ് ഈ ആംഗ്ലോ സാക്സൺ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമ്പർ 5, നോർമൻസ് ബ്രോട്ട് ന്യൂ ഐഡിയാസ് ടു ഗവേണൻസ് ഓഫ് ചർച്ച് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. ദി നോർമൻ ചർച്ച് ഓർഗനൈസേഷൻ വാസ് മോർ പ്രിഡോമിനൻറ്റ് ദാൻ ദി ആംഗ്ലോ സാക്സൺ ചർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ചർച്ച് ഓർഗനൈസേഷനിൽ ഒരു നോർമാൻഡിയൻ എഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് ഒരു റിസൾട്ട് അവിടെ പറയാം. നമ്പർ 6, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദി ക്ലർജി സ്പോക്കൺ ലാറ്റിൻ ആൻഡ് ജെൻട്രി സ്പോക്കൺ ഫ്രഞ്ച്. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന ഫ്രഞ്ച് ഭാഷയ്ക്ക് ഒരു ജെൻട്രി, ഒരു വിലീനത്വമുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയ്ക്ക് ഒരു മതപരമായ ഒരു ക്ലർജി നാച്ചർ അവിടെയുണ്ട്. ആ പറഞ്ഞ രണ്ട് ഭാഷയും ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിലേക്ക് മെർജ് ചെയ്യപ്പെടുകയും അത് പെസൻസ് ജാർഗൺ ആയിരുന്ന, അതായത് സാധാരണ ഒരു സംഭാഷണ ഭാഷയായിരുന്ന ഇംഗ്ലണ്ടിനെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മിക്സ്ചർ ഓഫ് ലാറ്റിനും ഫ്രഞ്ചും ചേർന്നൊരു മിക്സ് ചെയ്ത ഭാഷയാക്കി മാറ്റുകയും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു കുലീനത്വം കൊണ്ടുവരാനും കഴിഞ്ഞു എന്ന് പറയണം. ബട്ട് നെക്സ്റ്റ് 3 centuries ഇംഗ്ലീഷ് ബിക്കം എൻട്രച്ച്ഡ് വിത്ത് ഫ്രഞ്ചിലെ പല വാക്കുകളും ചേർന്ന ഒരു മിക്സഡ് ഭാഷയായി, ഒരു കുലീനത്തുള്ള ഭാഷയായിട്ട് ഇംഗ്ലണ്ടിനെ മാറ്റിയെന്ന് പറയാം. അപ്പോൾ പോയിന്റ്സ് ഒന്നുകൂടെ നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാം. ഒന്നാമത്തെ പോയിൻ്റായിട്ട് റാഷ്യൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് നടന്നിട്ടുണ്ട്. രണ്ടാമത്തേതായിട്ട് ലാറ്റിൻ ബിക്കം സുപ്രീം ആണ്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇൻസ്റ്റിങ്ക്ട് ഫോർ പൊളിറ്റിക്കൽ യൂണിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസോളിഡേഷൻ. നമ്പർ 4, ഫ്യൂഡലിസം. നമ്പർ 5, ചർച്ച് ഓർഗനൈസേഷൻ. നമ്പർ 6, ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജ് ബിക്കം കോമൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ അതായത് 1066 എന്ന വർഷം നമുക്ക് ഓർത്ത് വയ്ക്കണം. 1066 ADക്ക് മുമ്പായിട്ട് ആംഗ്ലോ സാക്സൺസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷം 1066 ADക്ക് ശേഷം ആംഗ്ലോ നോർമൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്.